ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസ്മി റോഷൻ. എല്ലാവർക്കും നമ്മുടെ ചാനലായ ലൈവ്ലി ലിമിറ്റ്ലെസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം മൃഗശാല വരെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സൂവിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് വന്നപ്പം നമ്മൾ കുരങ്ങന്മാരെയൊക്കെയാണ് കാണുന്നത്. ആദ്യം ഒരുപാട് പേര് വന്നിട്ടുണ്ട് കാണാൻ. എപ്പോഴത്തേം പോലെ നല്ല തിരക്കുണ്ട്. മലയാളികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല. 1857 തിരുവനന്തപുരം മൃഗശാല സ്ഥാപിക്കപ്പെട്ടത്. പക്ഷിമൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ തന്നെ സംരക്ഷിക്കുന്നതിനാൽ സന്ദർശകർക്ക് അതിൻ്റെ ജീവിത രീതികളെപ്പറ്റി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരം മൃഗശാല. ഇതേ വളപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അലങ്കാര മത്സ്യ പ്രദർശന കേന്ദ്രവും ചരിത്ര മ്യൂസിയവും സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം കൂടിയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നപ്പോൾ ആളുകളെല്ലാം തടിച്ചുകൂടി എന്തോ ഒരു കാഴ്ച കാണാൻ നിൽക്കുന്ന പോലെ ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴതാ കണ്ടു, ഒരു വലിയ കരടി ഒരു മരത്തിന് പിന്നിലായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും ഒക്കെ കണ്ട് എല്ലാവരും അത് മൊബൈലിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് സാധാരണ എപ്പോഴും കാണുന്ന കാഴ്ചയല്ല. കരടി അകത്തോട്ടൊക്കെ കയറിപ്പോകും. അത് വെളിയിലിറങ്ങി വരുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ, അതിന് തോന്നുന്ന സമയങ്ങളിലൊക്കെയാണ് അത് വെളിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ അതാ രണ്ട് കരടികൾ ഒന്നിച്ച് മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അതിൻ്റെ ആ ഒരു കേവുണ്ട്. ആ കേവിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. കരടിയെ കണ്ടു കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ നമ്മളൊരു സിംഹത്തിനെ കണ്ടു. സിംഹം അവിടെ മാറിയിരുന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അധികം ആരും അവിടേക്ക് വന്നില്ല. അപ്പം ഫജു അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പുറകെ നോക്കിയപ്പോൾ കുറേ പേര് വരുന്നുണ്ട് നമ്മൾ വന്ന് നിന്നതിന് ശേഷം. അപ്പോൾ അവിടെ സിംഹത്തിനെ കണ്ട് ഞങ്ങൾ അതുവഴി കയറി ഫ്രണ്ടിലേക്ക് വന്നപ്പം സിംഹത്തിനെ നമുക്ക് മുഖമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് നീർക്കുതിര വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നടന്നപ്പം നമുക്ക് റൈനോസറിനെ കാണാൻ പറ്റി, കാണ്ടാമൃഗത്തിനെ. അതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുവാണ്. അതിൻ്റെ കൂടെ അവിടെയാണ്.
ഭാഗത്താണ് തിരുവനന്തപുരം മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ 75ഓളം ജീവജാതികൾ ഇവിടെയുണ്ട്. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കാണ്ടാമൃഗം, വരയാട്, സിംഹം, കടുവ, വിവിധ ഇനം മാനുകൾ, സീബ്ര, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളും വിവിധ ഇനം പക്ഷികളും ഉരഗങ്ങളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇവിടെ മുതലാണ് പുലി, കടുവ, സിംഹം എല്ലാം തുടങ്ങുന്നത്. ഇവിടെയാണ് കാർണിവോറസ് എല്ലാം ഉള്ളത്. വെള്ളക്കടുവ എല്ലാം ഉണ്ട് ഇവിടെ. ആ കൂടിന് മുകളിലായിട്ട് ഇതാ ഒരെണ്ണം ഉണ്ട്. പിന്നെ ആ താഴെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് പുള്ളിപ്പുലിയാണ്. ആ കൂടിൻ്റെ സൈഡിലും ഒരെണ്ണം കിടപ്പുണ്ട്, പുള്ളിപ്പുലി. പിന്നെ നമ്മൾ നേരെ കടുവയുടെ അടുത്ത് വന്നു. പിന്നെ നമ്മൾ പെൺസിംഹത്തെ കാണാൻ വന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള കൂട്ടിൽ നമുക്ക് വൈറ്റ് ടൈഗറിനെ കാണാൻ പറ്റും. വൈറ്റ് ടൈഗറിനെയും കണ്ടു നമ്മൾ. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റിലത്തെ കൂട്ടി വരുമ്പോൾ ഹൈനയുണ്ട് അവിടെ. ഹൈനയും നമ്മൾ കണ്ടു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പാർക്ക് കണ്ടു. അപ്പോൾ അതിനകത്തൂടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. അത് നല്ല മനോഹരമാണ് കാണാൻ. ഞങ്ങൾ പോയ സമയത്ത് അധികം ചിത്രശലഭങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ. അതുപോലെ ചെറിയൊരു വാട്ടർ ഷോയും ഒക്കെ ഉണ്ട് അവിടെ. അതിനകത്തോട് ഇങ്ങനെ കയറി കറങ്ങി നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റും. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അത് കണ്ട് നമ്മൾ വെളിയിലിറങ്ങി ഇതുപോലെ വീണ്ടും ആനിമൽസിനെയൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ കയറുന്നത് പാമ്പുകളെ ഇട്ടിരിക്കുന്ന കൂട്ടിലേക്കാണ്. അപ്പം അവിടെ ഒരുപാട് വെറൈറ്റി പാമ്പുകൾ, ആമ, കടലാമയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കയറിയപ്പം പല കൂടുകളിലും പാമ്പുകളൊക്കെ കുറേ ഉണ്ട്. ചില കൂടുകളൊക്കെ കാലിയാണ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പലതരം പാമ്പുകളും എല്ലാം നമ്മളിങ്ങനെ കണ്ടു. മൂർഖനുണ്ടായിരുന്നു, രാജവെമ്പാല ഉണ്ടായിരുന്നു, പിന്നെ അനാക്കോണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലേക്ക് എത്തി. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.